الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الإخوة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴു മേഖലയിലും പരമാവധി പാലിച്ച് നല്ലവരായി ജീവിച്ചു മരിക്കുവാൻ ശ്രമിക്കണമേ എന്ന് എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു തആല മുസ്ലിമായ ഓരോ വിശ്വാസിക്കും വളരെ നിർബന്ധമായി കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, ഇസ്ലാമികമായ വിശ്വാസ പാഠങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ തന്നെയും കൃത്യമായി പാലിക്കാതിരുന്നാൽ വലിയ അപകടമാണ് നാളെ പരലോകത്ത് വരിക എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അതോടൊപ്പം തന്നെ നിർബന്ധമായും ചെയ്യേണ്ട കർമ്മമാണ് അള്ളാഹുവിന്റെ ദീനിനെ ദഅവത്ത് നടത്തുക എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഹജ്ജ് ചെയ്യുകയും ചെയ്യുന്ന ഓരോ സത്യവിശ്വാസിയോടും നിർബന്ധമായും പ്രവർത്തിക്കുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന്റെ ദീനിനെ ദഅവത്ത് നടത്തുക എന്നുള്ളത്. പലപ്പോഴും നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവാം. എന്നാൽ ദീനീ ദഅവ രംഗത്ത് എത്രമാത്രം നാം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് സഹോദരങ്ങളെ നാം ഒന്ന് പഠിക്കുകയും അത് പ്രവർത്തിക്കാതിരുന്നാൽ വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ചുള്ള ഗൗരവമായ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുകയും വേണം. ഇസ്ലാം ഓരോ വിശ്വാസിയോടും ഓരോ മുസ്ലിമിനോടും നിർബന്ധമായും പറഞ്ഞതാണ് അള്ളാഹുവിന്റെ ദീനിനെ ദഅവത്ത് നടത്തണമെന്ന്. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസ സമൂഹത്തെ ഗൗരവമായി ഉണർത്തുന്ന ഒരു ഭാഗമാണ് ദഅവത്ത് നടത്തുക എന്നുള്ളത്. സൂറത്തുൽ ഹജ്ജിന്റെ അവസാനത്തെ ആയത്തുകൾ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, വിശ്വാസി സമൂഹത്തെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇർകഉ വസ്ജുദു, നിങ്ങൾ റുകൂഉം സുജൂദും ചെയ്യണേ, നമസ്കരിക്കണേ എന്നർത്ഥം. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ റുകൂഉം സുജൂദും ചെയ്യണം.
നിങ്ങൾ കൃത്യമായി നമസ്കരിക്കണം. എങ്ങനെയാണോ റബ്ബ് സുബ്ഹാനഹു വ തആല നമസ്കാരം നമുക്ക് പഠിപ്പിച്ചു തന്നത് എങ്കിൽ, പ്രവാചകൻ എങ്ങനെയാണോ ആ നമസ്കാരം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് എങ്കിൽ അത് കൃത്യമായി അതിന്റെ രീതിയിൽ അതിന്റെ യാഥാർത്ഥ്യത്തോടു കൂടി നമസ്കാരം നിർവഹിക്കണമെന്ന്. രണ്ടാമതായി കൊണ്ട് പറയുന്നു വഫ്അലുൽ ഖൈറ, നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. എന്താണോ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നന്മയായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് മുഴുവനും നാം ചെയ്യണം. അതിനർത്ഥം എന്താ? തിന്മയായി നമുക്ക് എന്തെല്ലാം അറിയിച്ചു തന്നിട്ടുണ്ടോ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്നുള്ളതാണ്. നന്മ ചെയ്യണമെന്ന് പറഞ്ഞാൽ തിന്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെടുന്ന, റബ്ബ് കൽപ്പിച്ചിട്ടുള്ള നന്മകൾ എന്താണോ അത് കൃത്യമായി പാലിക്കണമെന്നാണ് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തോട് പറഞ്ഞു നൽകുന്നത്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഫഅലുൽ ഖൈറ, നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. വഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കണം. 3 കാര്യങ്ങളാ പറഞ്ഞു. ഒന്ന്, ഇർകഉ വസ്ജുദു, നിങ്ങൾ റുക്ഉം സുജൂദും ചെയ്യണം. വഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. മൂന്നാമതായി കൊണ്ട് പറഞ്ഞു വഫഅലുൽ ഖൈറ, നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. എങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. നാളെ പരലോകത്ത് വിജയിക്കുവാനുള്ള 3 മാനദണ്ഡം വിശുദ്ധ ഖുർആനിലെ ഒരായത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഒന്ന്, ഇർകഉ വസ്ജുദു, നിങ്ങൾ റുക്ഉം സുജൂദും ചെയ്യണം, നമസ്കരിക്കണമെന്ന്. രണ്ടാമത് വഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണമെന്ന്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനയിലെ അതിപ്രധാനമായ വസ്തുത ഒന്നാമതായി എടുത്ത് പറയുകയാണ്. ഒന്ന്, നമസ്കരിക്കണമെന്ന്. രണ്ടാമതായി കൊണ്ട് പറയുന്നു വഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണമെന്ന്. എങ്കിൽ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസി സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത് ജീവിതത്തിന്റെ സകല മേഖലകളിലും അള്ളാഹുവിനുള്ള ആരാധനയായി കൊണ്ട് നിർവഹിക്കണമെന്നല്ലേ. നമുക്കറിയാം, നമ്മളൊക്കെ രാവിലെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ആദ്യമായി റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നു. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനെ സ്തുതിച്ചുകൊണ്ടാണ് നാം എഴുന്നേൽക്കുന്നത്. ആ പ്രാർത്ഥന റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സുന്നത്താണ്. പ്രവാചകന്റെ സുന്നത്ത് പ്രതിഫലാർഹമായ ഇബാദത്താണ്. ആ റബ്ബിന്റെ പ്രവാചകന്റെ സുന്നത്ത് എന്നുള്ള നിയ്യത്തോടു കൂടി ഒരാൾ അത് ചെയ്യുന്നു എങ്കിൽ അത് ആരാധനയാ. വഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞില്ലേ. രണ്ടാമത്, നാം അത് കഴിഞ്ഞ് കക്കൂസിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥനയും വെക്കേണ്ട കാര്യം നമുക്കറിയാം, പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. അതുപോലെ ചെയ്താൽ അതൊരു ആരാധനയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമായ ഇബാദത്താണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥനയും വെക്കേണ്ട കാലും റഹ്മാനായ റബ്ബ് പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രവാചകന്റെ സുന്നത്തെന്നുള്ള നിയ്യത്തോടു കൂടി നാം അത് പ്രവർത്തിക്കുന്നു എങ്കിൽ അത് ആരാധനയാ, പ്രതിഫലാർഹമായ ഇബാദത്ത്. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന, പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന, വെക്കേണ്ട കാൽ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന, വെക്കേണ്ട കാൽ എല്ലാം പ്രവാചകൻ പഠിപ്പിച്ചു തന്നില്ലേ. പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ ഓരോ കാലടിക്കും 3 പ്രതിഫലം നൽകുമെന്ന് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നില്ലേ. പള്ളിയിലേക്ക് തിരിച്ചു വരുമ്പോഴും അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. മുടി ചീകുമ്പോൾ വലതുഭാഗം കൊണ്ട് തുടങ്ങണമെന്ന് പഠിപ്പിച്ചു തന്നു. നാം ചെരുപ്പ് ധരിക്കുമ്പോൾ വലതുഭാഗം കൊണ്ട് തുടങ്ങണമെന്നും ഇടതുഭാഗം കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ. തുപ്പുമ്പോൾ ഇടതുഭാഗത്തേക്ക് തുപ്പണമെന്ന് പറഞ്ഞില്ലേ. മുസ്ലിം സഹോദരന്റെ മുഖത്തേക്ക് പുഞ്ചിരിയോട് കൂടി നോക്കുന്നത് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് സുന്നത്താക്കി നൽകി എങ്കിൽ സഹോദരങ്ങളെ, ഏതൊരു കാര്യമാ റഹ്മാനായ റബ്ബ് അവന്റെ പ്രതിഫലേച്ഛയില്ലാത്ത ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നത്? എല്ലാം പ്രവാചകന്റെ സുന്നത്തുകളാ. ആരെങ്കിലും പ്രവാചകന്റെ സുന്നത്തെന്നുള്ള നിയ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് പ്രതിഫലാർഹമായ ഇബാദത്താ. വഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെ രാവിലെ മുതൽ ഉണർച്ച മുതൽ ഉറക്കം വരെയുള്ള കിടക്കുമ്പോഴും നാം ചൊല്ലുന്ന പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു തന്നില്ലേ. ഇങ്ങനെ ഉണർച്ച മുതൽ ഉറക്കം വരെയുള്ള മുഴുവൻ സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ പ്രവാചകൻ കൃത്യമായ പ്രാർത്ഥനകളും കൃത്യമായ പ്രവർത്തനങ്ങളും പഠിപ്പിച്ചു തന്നു. അത് സുന്നത്താക്കിക്കൊണ്ട് നമുക്ക് നിലനിർത്തി തരികയും ചെയ്തു. അങ്ങനെ രാപ്പകലുകളിൽ റബ്ബിന് വേണ്ടി ഇബാദത്ത് സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകണമെന്നുള്ള ഒന്നാമത്തെ നമസ്കാരം കൊണ്ടുള്ള കൽപ്പനയ്ക്ക് ശേഷം വഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞ ആ കൃത്യമായ കാര്യം
വിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. വഅ്ബുദൂ റബ്ബക്കും വഫ്അലുൽ ഖൈറ. പിന്നീടാണ് പറഞ്ഞത് നിങ്ങൾ നന്മ കൊണ്ട് പ്രവർത്തിക്കണം, തിന്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നന്മയുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കണമെന്ന്. എങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാമെന്ന്. സഹോദരങ്ങളെ, വിജയിക്കുവാൻ ഈ 3 മാനദണ്ഡം റബ്ബ് സുബ്ഹാനഹു വ തആല ഒരായത്തിലൂടെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് തുടർന്നുള്ള ആയത്ത് അള്ളാഹു പറയുന്നു, വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ട മുറപ്രകാരം ജിഹാദ് ചെയ്യണം. പ്രബോധനം ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഇവിടെ വജാഹിദു എന്നാ പഠിപ്പിച്ചത്. വജാഹിദു എന്ന് ഈ ആയത്ത് തുടങ്ങുന്നത് തന്നെ വാവിട്ടുകൊണ്ട അത്ഫിന്റെ വാവ്, ഇംഗ്ലീഷിൽ ആൻഡ് എന്നുള്ള പദത്തിന് സമാനമായ ഒരു പദമാണ് ആ അത്ഫിന്റെ വാവ്. വജാഹിദു, നിങ്ങൾ ജിഹാദ് ചെയ്യുകയും ചെയ്യണം, എങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. ആദ്യത്തെ 3 കാര്യത്തോട് ചേർത്തിക്കൊണ്ടാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം, എങ്കിൽ നിങ്ങൾ ലഅല്ലക്കും തുഫ്ലിഹൂൻ, വിജയികളായേക്കാം. അപ്പൊ വിജയിക്കുവാനുള്ള 3 മാനദണ്ഡമല്ല, അക്കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ്, പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നുള്ളത്. സഹോദരങ്ങളെ, അപ്പൊ നമസ്കാരവും നന്മ പ്രവർത്തിക്കലും അള്ളാഹുവിനുള്ള ആരാധനയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യലും, ഇത് 4 കൂടി ചേർന്നാൽ മാത്രമാണ് ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം എന്നുള്ള വാക്ക് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് നമസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ, ജീവിതത്തിൽ പ്രവാചകന്റെ സുന്നത്ത് പാലിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ദീനിനെ നാം എന്താണോ അറിഞ്ഞത് ആ അറിഞ്ഞത് അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. സ്വർഗം കിട്ടാൻ നിർബന്ധമാണ് എന്നല്ല പഠിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നമ്മെ തെരഞ്ഞെടുത്തു എന്നല്ല പറഞ്ഞത്, നമ്മെ തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, ഹുവജ്തബാക്കും, അതിനുവേണ്ടി നിങ്ങളെ ഉത്കൃഷ്ടരായിക്കൊണ്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ്, ഏറ്റവും നല്ലവരായിക്കൊണ്ട്. ദീനീ പ്രബോധനം നടത്തുവാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് നമസ്കരിക്കുകയും ഇസ്ലാമികമായ ചിഹ്നങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവരെയാണ് ഉത്കൃഷ്ടരായിക്കൊണ്ട്, നല്ലവരായിക്കൊണ്ട് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ ദീനിനെ ദഅവത്ത് നടത്താൻ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് അള്ളാഹിന്റെ ദീൻ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെയാണ്. അത് അവർക്ക് നിർബന്ധവുമാണ്. അപ്പൊ ഇങ്ങനെ ദീൻ പാലിച്ചാൽ പോരാ, നമസ്കരിച്ചാലും നോമ്പെടുത്താലും ഹജ്ജ് ചെയ്താലും സക്കാത്ത് കൊടുത്താലും ഒന്നും പോരാ. അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യുക എന്നുള്ള ഏറെ കഷ്ടപ്പെട്ട ഒരു പണി കൂടി എനിക്ക് തന്നില്ലേ എന്നൊരു തോന്നൽ വിശ്വാസി സമൂഹത്തിൽ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായേക്കാം. എന്നാൽ അള്ളാഹു പറയുന്നു, മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഈ മതം നിങ്ങളെ പ്രയാസപ്പെടുത്തുവാനല്ല, നിങ്ങളെ കഷ്ടപ്പെടുത്തുവാനോ ദുഃഖിപ്പിക്കുവാനോ പ്രയാസപ്പെടുത്തുവാനോ അല്ല. ഈ മതം മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമാണിത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ദീനി ദഅ്വാ രംഗത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ മാതൃക കാണിച്ചു തന്നത്, അതുപോലെ നിങ്ങൾ ദീനി ദഅ്വാ രംഗത്ത് പ്രവർത്തിക്കണേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വീട്ടിൽ നിന്ന് ദീനി ദഅവത്ത് തുടങ്ങി. പിതാവിനോട് പറഞ്ഞു, അവർ പാലിച്ചില്ല. പിതാവ് അവിടെ നിന്ന് പുറത്താക്കി എറിഞ്ഞോടിക്കുമെന്ന് പറഞ്ഞ അവസാനം അവിടെ നിന്ന് പുറത്തുപോയി. പിന്നീട് സമൂഹത്തോട് പറഞ്ഞു. സമൂഹം, അവിടുത്തെ രാജാവ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലെറിഞ്ഞത് നമുക്കറിയാം. അങ്ങനെ ദീനി ദഅ്വാ രംഗത്ത് നിങ്ങളുടെ പ്രവാചകൻ ഇബ്രാഹിം നബി നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എങ്ങനെയാണോ പ്രവർത്തിച്ചത്, അതുപോലെ നിങ്ങൾ ദീനി ദഅ്വാ രംഗത്ത് പ്രവർത്തിക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മുടെ മുന്നിലേക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ ദഅ്വാ രംഗം എന്ന് പറയുന്നത് നമ്മളെ കഷ്ടപ്പെടുത്തുവാൻ അള്ളാഹു നൽകിയതല്ല, മറിച്ച് നമുക്ക് സ്വർഗം നൽകുവാൻ അള്ളാഹു നിർബന്ധമായും നമ്മിലേക്ക് നൽകിയതാണ്. നമസ്കാരം പോലെ, നോമ്പിനെ പോലെ, ഹജ്ജിനെ പോലെ എന്ന്. നോക്കൂ സഹോദരങ്ങൾ, അത് നാം ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്വർഗം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അത് നിർബന്ധമാണ് എന്നുള്ളത്. അങ്ങനെ ദീനി ദഅ്വാ രംഗത്ത് പ്രവർത്തിക്കുവാൻ വീട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങണം. വീട്ടിൽ നിന്ന് തുടങ്ങണം. ദഅവത്ത് നമ്മുടെ മാതാപിതാക്കൾക്കും അത് നമ്മൾ അറിഞ്ഞ ദീനി സത്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാത്ത തകരാറില്ലേ പലപ്പോഴും നമ്മൾ വീട്ടിൽ ഇസ്ലാമികമായ ചിഹ്നത്തോടു കൂടി ജീവിക്കാത്ത മക്കളും ഭാര്യയും കുടുംബാംഗങ്ങളും ഉണ്ടാവുന്നത്.
നമ്മളെ ദീൻ പഠിച്ച് കൃത്യമായി മുന്നോട്ട് പോകും. ഖുതുബയും ക്ലാസ്സുകളും അങ്ങനെ വാളുകളും ഒക്കെ കേട്ട് നമ്മൾ നന്നായി പോകും. പക്ഷേ അള്ളാന്റെ ദീനിനെ ദഅവത്ത് നടത്തുന്ന ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ വീടിനെ നാം പരിവർത്തിപ്പിക്കുവാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ വീട്ടിലുള്ളവരെ നന്നാക്കുക, അവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കുക, അവർക്ക് ഖുർആൻ ക്ലാസ്സിലേക്ക് എത്തുവാനുള്ള, ഖുർആൻ പഠിക്കുവാനുള്ള, സുന്നത്ത് പഠിക്കുവാനുള്ള, അത് പാലിക്കുവാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, നമുക്കുള്ള നിർബന്ധമാണ്. നമുക്കും സ്വർഗം കിട്ടണമെങ്കിൽ നമ്മൾ അറിഞ്ഞ സത്യം നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ള ആ ഉത്തരവാദിത്തം നാം നിർവഹിക്കുവാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുക. ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിച്ചും അതുപോലെ തന്നെ സമൂഹത്തെ സമുദ്ധരിച്ചും നമ്മൾ കൂടുതൽ ഇസ്ലാമിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നാം നടത്തുക. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിക്കുന്നത്. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ച് മുത്തഖിയായി ജീവിച്ചു മരിക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ദീനിനെ ദഅവത്ത് നടത്തുക എന്നുള്ളത് നമുക്ക് ഉത്തരവാദിത്വത്തോടു കൂടി നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ വചനങ്ങളിൽ നാം മനസ്സിലാക്കി. ആ ആയത്തിന്റെ ബാക്കി ഭാഗം വളരെ ഗൗരവമായിക്കൊണ്ടാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിനെ ദഅവത്ത് നടത്തുന്നവർ ആരാണ്? അള്ളാഹു പറയാണ്, ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു ഫി ഹാദാ. അവരെ ഈ വിശുദ്ധ ഖുർആനും ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വേദഗ്രന്ഥങ്ങളും മുസ്ലിമീങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിനെ ദഅവത്ത് നടത്തുന്ന വിശ്വാസ സമൂഹത്തെ അള്ളാഹു ഈ വിശുദ്ധ ഖുർആനിലും ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലും മുസ്ലിമീങ്ങൾ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ നോക്ക്, അള്ളാഹിന്റെ ദീനിനെ ദഅവത്ത് നടത്തുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, അവരെ മുസ്ലിമീങ്ങൾ എന്ന് വിളിക്കുന്നു എന്ന്. അപ്പൊ നമസ്കരിച്ചു, നോമ്പെടുത്തു, ഹജ്ജ് ചെയ്തു, സക്കാത്ത് കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആകുമോ? ഈ ആയത്ത് നമ്മെ അല്പം ചിന്തിപ്പിക്കുന്നുണ്ട്. ദീനീ ദഅവാ രംഗത്ത് പ്രവർത്തിക്കാതെ, അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യാതെ നാമൊക്കെ നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തുമായി നമ്മളും വീടും നമ്മുടെ പള്ളിയും മാത്രമായി കഴിഞ്ഞുകൂടുകയാണ് എങ്കിൽ ഗൗരവമായ ഒരു ചോദ്യമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മോട് പറയുന്നത്. നിങ്ങൾ മുസ്ലിങ്ങളാണോ എന്ന്. ഇതിനു ശേഷം അള്ളാഹു പറയുന്നു, ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും. നിങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നില്ലേ, ആ പ്രവാചകൻ ദീനീ ദഅവത്ത് നടത്തിയിട്ടാണ് നിങ്ങൾക്ക് ദീൻ എത്തിക്കിട്ടിയത്. എന്നാൽ ആ പ്രവാചകനോട് നാളെ പരലോകത്ത് ആ ദീൻ ദഅവത്ത് നടത്തിയിരുന്നോ എന്നുള്ള ചോദ്യം ചോദിക്കുമെന്ന് സാക്ഷിയായി കൊണ്ടുവരപ്പെടും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവാചകനെ കൂട്ടിൽ കയറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇതാ അള്ളാഹുവിന്റെ ദീനിനെ, ഞാൻ എന്റെ ദീനിനെ പ്രവാചകരെ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ? ആ ദീനിനെ എത്തിച്ചു തന്നെന്ന് നിങ്ങൾ സമൂഹത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ തന്നെ അതിന് ഉത്തരം കണ്ടെത്തി. ഹജ്ജത്തുൽ വിദായിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000-ത്തിലധികം വരുന്ന സ്വഹാബാക്കളോട് ചോദിച്ചു, അള്ളാന്റെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ എന്ന്. സ്വഹാബാക്കൾ ഒന്നടങ്കം പറഞ്ഞു, ബലാ യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു താങ്കൾക്ക് എത്തിച്ചു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ടപാടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാ.
നിന്റെ ദീനിനെ ദഅവത്ത് നടത്തിയിട്ടുണ്ട്, ഞാൻ ദഅവത്ത് നടത്തിയിട്ടുണ്ട് എന്ന് ഈ സമൂഹം ഇവിടെ സമ്മതിച്ചിരിക്കുന്നു. ഇതിന് നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ് എന്ന് 3 പ്രാവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നോക്കൂ, പ്രവാചകനോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് തന്നെ കണ്ടെത്തി. എന്നാൽ അതിനുശേഷം പറയുന്നു, നിങ്ങളെയും നാളെ സാക്ഷിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവരും, നമ്മെയും കൊണ്ടുവരും. അള്ളാഹുവിന്റെ ദീനിനെ നമ്മയൊക്കെ കൂട്ടിൽ കയറ്റിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ ചുറ്റിലും നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചേക്കാം, നിങ്ങൾക്ക് ഞാൻ ദീനിനെ എത്തിച്ചു തന്നിരുന്നുവല്ലോ, എന്റെ ദീനിനെ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരുന്നുവല്ലോ, എന്നിട്ട് നിങ്ങളത് സമൂഹത്തിന് എത്തിച്ചു കൊടുത്തോ എന്ന് ചോദിക്കുമെന്ന്. നോക്കൂ, നമ്മൾ എത്ര പേർക്ക് അത് സാധിക്കും എത്തിച്ചു കൊടുത്തു എന്ന് പറയാൻ? നമസ്കരിച്ചോ, നോമ്പെടുത്തോ, ഹജ്ജ് ചെയ്തോ, സക്കാത്ത് കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഉത്തരം നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഈ ജനങ്ങളുടെ മേൽ നിങ്ങളെ സാക്ഷിയായി കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ട് നമ്മിൽ എത്ര പേർക്ക് നിന്റെ ദീനിനെ ഞങ്ങൾ ഇന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ നമുക്കൊരാളെ, ഒരു 100 ആളുകളെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ? 50 ആളുകളെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ? സഹോദരങ്ങൾ, 5 ആളുകളെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഇതാ നീ എത്തിച്ചെന്ന ദീൻ ഞാനിതാ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ആളുകൾക്ക് സ്വന്തം വീട്ടിലുള്ളവരെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? അതീവ ഗൗരവമായ വസ്തുതയാണ് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇതിന് ഉത്തരം കാണാതെ നാം ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് നാളെ പരാജയത്തിലേക്കുള്ള വഴിയായിരിക്കും എന്നുള്ള ഗൗരവമായ സത്യം നാം ഉൾക്കൊള്ളുക. പരമാവധി വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ക്ലാസ്സുകളിലേക്ക് പോകുകയും നമ്മുടെ മക്കളെയും നമ്മളെ കുടുംബാംഗങ്ങളെയും വേണ്ടപ്പെട്ടവരെയും അത്തരം ക്ലാസ്സുകളിലേക്ക്, ഖുർആൻ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന ക്ലാസ്സുകളിലേക്ക് പരമാവധി എത്തിച്ചു കൊണ്ടുവരുവാൻ നാം ശ്രദ്ധിക്കുക. നമ്മൾ പോയാൽ മാത്രം പോരാ. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഖുർആൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അത് പഠിപ്പിക്കുവാനുള്ള ആളുകൾക്ക് ധാരാളമുണ്ടല്ലോ. പക്ഷെ അത്തരം ഒരു അവസരം നാളെ പരലോകത്ത് ഉത്തരം കിട്ടുവാൻ ഉള്ള ഒരു വേദിയായിട്ടെങ്കിലും അത്തരം കാര്യങ്ങൾ നാം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. കാരണം നാളെ പരലോകത്ത് ചോദ്യം ചെയ്യാതെ ഒരാളെയും വിടുകയില്ല എന്നുള്ള ഗൗരവമായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ നാം തയ്യാറാകുക. വളരെ ഗൗരവമായി. നാളെ പരലോകത്ത് ആരും ആരെയും സഹായിക്കുകയില്ല, ഒരാളും ഉപകാരപ്പെടുകയില്ല. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ പരലോകത്ത്. നമ്മുടെ കർമ്മങ്ങൾ തൂക്കി കണക്കാക്കുമ്പോ നമ്മുടെ കർമ്മം ഒരല്പം, എന്തിനേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്, നമ്മുടെ നന്മയും തിന്മയും ഒരുപോലെ നിൽക്കുന്നു എങ്കിൽ, ഒരുപോലെ ഒരല്പം ഒരു നന്മ കിട്ടിയാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതില്ലാതെ ഒരുപോലെ നിൽക്കുക. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇതാ നിന്റെ വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, മാതാപിതാക്കളും കുടുംബക്കാരും നേതാക്കന്മാരും അനുയായികളും ഒക്കെ ഉണ്ടല്ലോ, ഒരു നന്മ കിട്ടുമോ എന്ന് ചോദിച്ചു നോക്കിയെങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന്. പക്ഷേ ആ മഹ്ശറയിലെ മുഴുവൻ വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരോട് ഒരു നന്മ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പോലും കൊടുത്തില്ല നന്മ എന്നുള്ള. ഒരാളും തരൂല. നമ്മളൊക്കെ കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാ. പക്ഷെ ഒരാൾ പോലും നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് സഹായിക്കുകയില്ല എന്ന് വ്യക്തമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹ് പറയാണ്, നാളെ പരലോകത്തെ അള്ളാഹിന്റെ വാഗ്ദാനം സത്യമാണ്. നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ട് എന്നുള്ള സത്യം, തിന്മ ചെയ്തവർക്ക് നരകമാണ് എന്നുള്ള ആ വാഗ്ദാനമില്ലേ, അത് സത്യമാണ്. ഒരാളെയും സഹായിക്കാത്ത ഒരു ദിവസമാണ്. അതുകൊണ്ട് നിങ്ങളെ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉത്തരങ്ങൾ കണ്ടുവെച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് നമുക്കറിഞ്ഞ സത്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുവാനുള്ള ക്ലാസ്സുകളും സംവിധാനങ്ങളും നാം ഉപയോഗപ്പെടുത്തുകയും അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ദഅ്വ രംഗത്ത് സജീവമായി നിലനിൽക്കുവാനുള്ള ശ്രമങ്ങൾ നാം നടത്തുകയും ചെയ്യുക. പൊതു പ്രസംഗങ്ങൾ സംഘടിപ്പിക്കുക, ഖുർആൻ ക്ലാസ്സുകൾ
അതുപോലെ തന്നെ കുടുംബ ക്ലാസുകൾ സംഘടിപ്പിക്കുക. അതിനൊക്കെ നേതൃത്വം കൊടുക്കുവാൻ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുകളും കമ്മിറ്റികളും ഉണ്ട്, കൂട്ടായ്മകളുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ എത്തിച്ചു കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ നാം എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ ദീനിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രബോധനം ചെയ്യുവാനുള്ള കഴിവും പ്രാപ്തിയും അതിനുള്ള താല്പര്യവും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ പാപങ്ങളും അള്ളാഹു മാപ്പ് ചെയ്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.